സാഹിത്യകാരന്മാർക്ക് നൽകുന്ന JCB പുരസ്കാരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം എഴുത്തുകാരും വിവർത്തകരും പ്രസാധകരുമൊക്കെ. നാളെ പുരസ്കാരം പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ രീതിയിലൊരു പ്രതിഷേധ കത്ത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 100-ലധികം വരുന്ന എഴുത്തുകാരൊക്കെയാണ് ഇങ്ങനെയൊരു കത്തെഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് JCB പുരസ്കാരം, സാഹിത്യകാരന്മാർക്ക് നൽകുന്ന JCB പുരസ്കാരം കാപട്യമാണ് എന്നാണ് കത്തിൽ ഉന്നയിക്കുന്നത്. അതിനവർ പറയുന്ന ഒരു പ്രധാന കാരണം ബുൾഡോസർ നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ഫലസ്തീനിലുമൊക്കെ നടക്കുന്ന വംശഹത്യയ്ക്ക് അല്ലെങ്കിൽ ഒരു വംശത്തെ ആകെ ഉന്മൂലനം ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. കെട്ടിടങ്ങളും വീടുകളുമൊക്കെ പൊളിച്ചു കളയുന്ന ആ ബുൾഡോസർ രാജിൽ പങ്കാളികളാകുന്നു എന്നാണ് എഴുത്തുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആ രക്തക്കറയിൽ JCBയുടെ കൈകളിലുള്ള രക്തക്കറ കഴുകിക്കളയാൻ ഇങ്ങനെയൊരു പുരസ്കാരം നൽകുന്നതിലൂടെ കഴിയില്ല. അപ്പോൾ രാജ്യത്തെ എഴുത്തുകാർ ഇതിലുമപ്പുറം ഇതിലും വലുതർഹിക്കുന്നുണ്ട് എന്നാണ് എഴുത്തുകാർ കത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രസക്തിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദാവൂദ് സർ, ഇങ്ങനെ ഒരു എഴുത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്തിലൂടെ നമ്മുടെ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്തായിരിക്കും? ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് അതിൽ. എന്നുവെച്ചാൽ JCB എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എക്സ്കവേറ്റർ അല്ലെങ്കിൽ എർത്ത് മൂവർ കമ്പനിയാണ്. 1947 മുതൽ പ്രവർത്തിക്കുന്ന ജോസഫ് സിറിൽ ബാംഫോർഡ്, അതാണ് JCB. ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ, മാനുഫാക്ചറർ. അദ്ദേഹമാണ് ഈ സംഭവം തുടങ്ങുന്നത്. അതിനുശേഷം ഈ പറയുന്ന എർത്ത് മൂവർ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറായിട്ട് അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിലെ സാഹിത്യകാരന്മാർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് JCB ലിറ്റററി പ്രൈസ്. ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ എഴുതുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ എഴുത്തുകാർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വർക്കുകൾക്കാണ് അത് കൊടുക്കുന്നത്. 25 ലക്ഷം രൂപയാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഇതെന്തിനാണ് ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രം, ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണല്ലോ ഇത്, ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമായിട്ട് കൺഫൈൻ ചെയ്ത ഒരു ഇത്രയും വലിയൊരു ലിറ്റററി പ്രൈസ് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. മാർക്കറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ, പക്ഷേ ഇവിടെ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ പ്രസ്താവനയിൽ തന്നെ ഇസ്രായേലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ JCB എന്നുള്ളത് ഇപ്പം ഈ എക്സ്കവേറ്ററിൻ്റെ ഒരു സിനോണിം എന്നുള്ള പോലെ നമ്മൾ JCB എന്ത് വന്നാലും JCB ഒന്നും എന്നുള്ള പറയാം, JCB കൊണ്ട് മാറ്റി എന്നുള്ള പറയാം. JCB എന്ന് പറഞ്ഞാൽ അതിലൊരു മാനുഫാക്ചർ മാത്രമാണല്ലോ. അപ്പോൾ ഇതെനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ തീരാത്തൊരു വിഷയമാണ്. എന്തിനാണ് അവർ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ മാത്രം ഇങ്ങനെ ഒരു പ്രൈസ് കൊടുക്കുന്നത്? അത് ഇത്ര ഹ്യൂജ് എമൗണ്ട് വെച്ചിട്ട് അറിയില്ല. അത് പിന്നെ അവരുടെ മാർക്കറ്റ് വലുതാക്കാനാണെങ്കിൽ ഒരു സാഹിത്യ അവാർഡൊന്നുമില്ലല്ലോ കൊടുക്കേണ്ടത്, വേറെ എന്തെങ്കിലും അവാർഡ് കൊടുക്കണം. എൻജിനീയറിംഗ് ഫീൽഡിലോ അങ്ങനെ ആർക്കിടെക്ചറിൻ്റെ അല്ലെ വേറെ എന്തെങ്കിലും ഫീൽഡിൽ കൊടുക്കുക, അത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിവേ അപ്പോൾ JCB എന്ന് പറയുന്നത് അതൊരു സിവിൽ മാനുഫാക്ചറാണ്, ഒരു എന്താണ് മിലിറ്ററി പർപ്പസ്, ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളല്ല, എൻജിനീയറിംഗ് പ്രോഡക്റ്റാണ് അവരുടേത്. ഏതെങ്കിലും മിലിറ്ററി പർപ്പസിന് വേണ്ടിയുള്ള ഒരു ഹാർഡ്വെയർ അല്ല അത്. അങ്ങനെ എന്തെങ്കിലും മിലിറ്ററി കോൺട്രാക്റ്റുകൾ ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഡിഫൻസ് മിനിസ്ട്രി ആയിട്ടോ അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് അവർക്കില്ല. അതുകൊണ്ട് ഒരു സിവിൽ ഹാർഡ്വെയറാണ് എർത്ത് മൂവർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ എന്താണ് ഒരു സാധാരണ വീട് വെക്കാൻ തറ കീറാൻ വരെ എന്താണ് ഉപയോഗിക്കുന്നത്, ഇത്തരം എക്സ്കവേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിവിൽ എൻജിനീയറിംഗ് മാനുഫാക്ചറിങ് കമ്പനിക്കെതിരെ ഈ നിലക്കുള്ള ഒരു പ്രസ്താവന സാധാരണതയിൽ ഉണ്ടാവാറില്ല. ഓഫ് കോഴ്സ് ഇത്തരം വലിയ മിലിറ്ററി പ്രോഡക്ട്സ്, മിലിറ്ററി ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികളും സംഗതികളും ഒക്കെ ബന്ധപ്പെട്ട് ഇത്തരം എഴുത്തുകാരുടെ സംഗതികളുണ്ടാകും. സാങ്ഷൻസിന് വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടാകാറുണ്ട്, ബഹിഷ്കരണം. ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ സ്വീകരിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ ലോകത്ത് വലിയ ക്രൂരതകൾ ചെയ്യുന്ന വലിയ കമ്പനികൾ അല്ലെങ്കിൽ അതോ ഏതെങ്കിലും നിലക്ക് അതിൽ കോംപ്ലിസിറ്റായുള്ള കമ്പനികളുടെ പ്രോഡക്ട്സ് അൺലോഡ് ചെയ്യില്ല എന്ന് ഈ പോർട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയൻസ് തീരുമാനിക്കും. ഇപ്പോൾ ഒരു ഇസ്രായേലിലേക്ക് പോകുന്നൊരു ഷിപ്മെൻറ്റ് അതിങ്ങനെ പോവുകയാണ്. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ കോംപ്ലിസിറ്റാണ് അവർ. അത് ഞങ്ങൾ എന്താണ് അതിൻ്റെ ഇതിൽ അപ്ലോഡിങ്ങിലോ ഓഫ്ലോഡിങ്ങിലോ ഞങ്ങൾ പങ്കാളികളാവില്ല എന്നൊരു ട്രേഡ് യൂണിയൻ തീരുമാനിക്കും. ഈ നിലക്കുള്ള മൂവ്മെൻറ്റുകൾ ലോകത്തെങ്ങുമുണ്ട്. ഇപ്പോൾ BDS മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരായുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിൽ മൂവ്മെൻറ്റാണ്. ബോയ്ക്കോട്ട്, ഡൈവേഴ്സ്റ്റ് ആൻഡ് സാങ്ഷൻ. അത് ഈവൻ എക്കണോമിക് ബോയ്ക്കോട്ട് വരെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇസ്രായേലി സ്കോളർ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ്. അത് ആ കോൺഫറൻസ് തന്നെ ബഹിഷ്കരിക്കുക, ബിക്കോസ് ഒരു ഇസ്രായേലി സ്കോളർ അവിടെ ഉണ്ട്. അത്തരത്തിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ നാടുകളിലാണ് BDS മൂവ്മെൻറ്റ് ഏറ്റവും ശക്തമായിട്ട് പോകുന്നത്. അതൊരു ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട സിവിൽ മൂവ്മെൻറ്റായിട്ട് വളർന്നു കഴിഞ്ഞതാണ് BDS.
അപ്പോൾ ആ നിലക്കുള്ള ഒരു ആക്ഷൻ എന്നുള്ള ഇതിലാണ് ഈ JCBക്കെതിരായിട്ടുള്ള ഈ സംയുക്ത പ്രസ്താവനയെ കാണേണ്ടത്. പക്ഷേ JCB അങ്ങനത്തെ എന്തെങ്കിലും അതിഭയങ്കരമായ ഒരു ജിനോസൈഡൽ പ്രോജക്റ്റിൽ ഒരു വാർ ക്രൈമിൽ പങ്കാളിയായിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രയേൽ വംശഹത്യയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ എക്സ്കവേറ്റർ അല്ലെങ്കിൽ എർത്ത് മൂവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പോലും IDF ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന D9 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിമാരകമായിട്ടുള്ള ഒരു ബുൾഡോസറാണ്. ആ ബുൾഡോസറിൽ നിന്ന് പോകുന്ന പ്രദേശം മൊത്തം ഇളക്കി മറിച്ച് തവിട് പൊടിയാക്കാൻ ശേഷിയുള്ള ഒരു അതിമാരകം ഒരു ഡിമൺ എന്ന് പറയാവുന്ന ഒരു ഹാർഡ്വെയറാണത്. കാറ്റർപില്ലർ കമ്പനിയുടേതാണ്, അത് അമേരിക്കൻ കമ്പനിയാണ്. JCB അവർ ഉപയോഗിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ അവരുടെ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ JCB അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എന്താണ് ഈ നമ്മളെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ യോഗിയുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് ബുൾഡോസർ രാജ്. അത് മുസ്ലിങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്താനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ JCB ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അപ്പോഴും അത് UP പോലീസിൻ്റെ ഭാഗമാണോ JCB എന്ന് ചോദിച്ചാൽ UP പോലീസിന് ഇപ്പോൾ വാനുകളുള്ളതുപോലെ JCB ഉണ്ടാകാൻ വഴിയില്ല. ഏതെങ്കിലും ഒരു സിവിൽ ഓണറായി നാട്ടിലൊരു ഓണറായിരിക്കും ഉണ്ടാവുക, അയാളിൽ നിന്ന് ഹയർ ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ ചെയ്യാം. സാധാരണ ഈ ഇത്തരം മൂവ്മെൻറ്റിൽ നടക്കുന്ന JCBയോട് എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെടണം, നിങ്ങൾ ഇന്ത്യൻ പോലീസുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പാടില്ല, അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഇത്തരം പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റുകൾ വർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സിവിൽ പ്രോഡക്റ്റായിട്ടാണ് വിറ്റഴിക്കപ്പെടുന്നത്. ഇപ്പോൾ യോഗിയുടെ പോലീസ് ഇത് ഉപയോഗിക്കുന്ന മിക്കവാറും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ള ഇത് UP പോലീസ് ഹയർ ചെയ്യായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയെ എങ്ങനെയാണ് JCBക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ആസ് എ കമ്പനി അവരെന്താണ് ഈ പറയുന്ന സാധാരണ മാർക്കറ്റിലേക്ക് അവരുടെ പ്രോഡക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദിവ്യക്ക് അത് മേടിക്കാം, എനിക്ക് മേടിക്കാം, പ്രൊമോസാറിന് മേടിക്കാം, നമ്മളടുത്ത് ആർക്കും അത് ഹയർ ചെയ്യാം. അപ്പം അങ്ങനെ ഇരിക്കെ ഈ കമ്പനി ജോസഫ് സിറിൽ ബാംസ്ഫോർഡ് കമ്പനി ഉണ്ടല്ലോ, അവർ ഇൻഡിവിജ്വൽസിന് വിൽക്കുന്ന ഈ പ്രോഡക്റ്റാണല്ലോ. അതിലെങ്ങനെ ഏതെങ്കിലും നിലക്കിൽ അതൊരു മോശം പ്രവർത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളതുകൊണ്ട് അതിലെങ്ങനെയാണ് നിയന്ത്രണം കൊണ്ടുവരിക എന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ ഇന്ന് പോലീസിനത് കൊടുക്കരുത്, ഇന്ന് പട്ടാളത്തിനത് കൊടുക്കരുത്, ഇന്ന രാജ്യത്തിൻ്റെ ഏജൻസിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യരുത് എന്ന് JCBയോട് ആവശ്യപ്പെടാം. JCBക്ക് അത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തിരസ്കരിക്കുകയോ ചെയ്യാം. ഇങ്ങനൊരു കൺഫ്യൂഷൻ ഈ പ്രസ്താവന ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബുൾഡോസർ രാജ് എന്ന് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യലായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിമർശനം ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഇത്തരം വൃത്തികെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് കേട്ടോ എന്നൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് ഈ കത്തിന് പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, പ്രൊമോസർ, ഈ ഒരു പ്രതിഷേധത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്തിലൂടെ ഈ JCB ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള ഒരു ഉന്മൂലനത്തിൽ പങ്കാളികളാകാൻ ഞങ്ങളില്ല എന്നുകൂടിയാണോ എഴുത്തുകാർ പറയുന്നത്? അതിൻ്റെ ഒരു ഭാഗമാകാനില്ല എന്നാണ്. ദിവ്യ, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് JCB അല്ല ഇതിനകത്ത് പ്രധാനമായി കാണുന്നത്. അതൊരു പ്രതീകം മാത്രമാണ്. അല്ല, JCB അല്ല, നമ്മളതിനകത്ത് സാഹിത്യത്തെയാണ് കാണേണ്ടതെന്നാണ് ഞാൻ പറയുക. അപ്പോൾ JCB ഈ യന്ത്രങ്ങൾ അവർക്ക് എന്ത് ആവശ്യത്തിന് എന്നറിയാതെയാണ് കൊടുക്കുന്നുണ്ടാവുക. ദാവൂദ് പറഞ്ഞ പോലെ അത് അങ്ങനെ കൊടുക്കുന്നു. എന്താവശ്യത്തിന് വേണ്ടിയും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ അത് ഉപയോഗിക്കാം, ആർക്കും ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ JCB ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉപയോഗത്തിന് മാനുഷിക തലത്തിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ ഒരു എന്താ പറയുക മൊത്തം നിലനിൽപ്പിനോ അതിൻ്റെ അതിലൊരു കുറ്റകൃത്യം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലോ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യവും JCBക്ക് ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിൽ അവരൊരു ലിറ്റററി പ്രൈസ് കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഒരു സാഹിത്യ അവാർഡ് കൊടുക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാഹിത്യ പുരസ്കാരം കൊടുക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞോ അറിയാതെയോ അവരൊരു ധാർമ്മിക നിലപാടിലേക്ക് അവരുടെ ആ പക്ഷത്തെ എവിടെയോ അവരുടെ ഒരു പൊസിഷനിങ് കൂടി അവർ സ്വയം. ഇപ്പോൾ എന്തിനാണ് JCB ഒരു സാഹിത്യ അവാർഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇന്ത്യയിൽ മാത്രമേ ഐഡിയ ഉണ്ട്. അല്ല, എനിക്കും അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്തുകൊണ്ട് ഈ പറഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു സാധ്യതയാണെന്നുള്ള നിലയിലാണ് നമ്മളത് കണ്ടിരുന്നത്. ഇനി ഇന്ത്യയിൽ സാഹിത്യത്തെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളത് അറിയില്ല. ഞാൻ പറയുന്നത് അതാണ്. അങ്ങനെ ഒരു ഉദ്ദേശമോ ഇനി അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കറിയാലോ ഇപ്പോൾ JCB എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു മെഷീനാണ് അല്ലേ.
അവർക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അവരുടെ ഒരു പ്രതിച്ഛായ വളർത്തണം എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാം, ഇവിടെ കേരളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരത്തെ കേരള ഉണ്ടായിരുന്നല്ലോ, അവർ പിന്നെ ഇത് കൊടുത്തിരുന്നു, സാഹിത്യ പുരസ്കാരം. ഒരു ബാങ്ക് എന്തിനാണ് ഒരു സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നതെന്നുള്ള ചോദ്യം നമുക്ക് വരാം. സാഹിത്യ പുരസ്കാരം ഇപ്പം അതില്ല, ചെറുകഥാ പുരസ്കാരങ്ങളൊക്കെ കൊടുത്തിരുന്നു അവർ. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വരാം. ആർക്കും വേണമെങ്കിൽ സാഹിത്യ പുരസ്കാരം കൊടുക്കാമല്ലോ, അതിൽ തെറ്റൊന്നും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കും വേണം. ഇപ്പോൾ യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ ഭോപ്പാൽ ദുരന്തത്തിനെതിരെ അവരൊരു സാഹിത്യ സമ്മാനം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് ധാർമ്മികതയുമായി ചേർന്ന് നിൽക്കുന്ന, ആ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ മേഖലയിലുള്ള ആ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു 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 പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇടത്തിലേക്ക് ഞങ്ങളും കൂടിയുണ്ട്. എനിക്ക് തന്നെ സത്യത്തിൽ 2018 തുടങ്ങിയത്, അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ആദ്യം തന്നെ വന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം, JCB ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതല്ല, ഇത് ഇവരിങ്ങനെയാണ്, അവരുടെ ഇന്ത്യൻ ബ്രാഞ്ചാണ് ഈ സാധനം കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇവിടെ ഈ 2018 ശേഷം 2018 തന്നെ കിട്ടി ബെന്യാമിന്, 2020 ഹരീഷിന് കിട്ടി, അതിനുശേഷം മുകുന്ദന് കിട്ടി, ഇപ്പോഴത്തെ നാളെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പെരുമാൾ മുരുകന് കിട്ടി, പിന്നെ ഇതാണ് ഫയർബേർഡ് എന്ന് പറഞ്ഞ കൃതിക്ക്. അങ്ങനെ പിന്നെ ഇപ്പം നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നതിനകത്ത് നമ്മുടെ സന്ധ്യാമേരിയും ഉണ്ട്. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ലേ, മറിയ ജസ്റ്റ് മറിയ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ കുറഞ്ഞത് 3 സാഹിത്യകാരന്മാർക്ക് 25 ലക്ഷം രൂപ വീതം ഇവിടെ അവർ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിഷേധം അറിയിച്ചവർക്കാണെങ്കിൽ അവരിനി അത് വേണ്ടെന്ന് വയ്ക്കുമോ? അത്ര എളുപ്പമല്ല. പ്രതിഷേധം അറിയിച്ച ആളുകൾ ഇതിനകത്തില്ല. സച്ചിദാനന്ദ മാഷാണ് മലയാളത്തിൽ കാണാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ തമിഴിൽ നിന്ന് നമ്മൾ കാണുന്നത് പിന്നെ ഇവരാണ്, സംവിധായികയുണ്ടല്ലോ, എഴുത്തുകാരിയും സംവിധായകരും മീന കന്ദസ്വാമിയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല, അവരുടെ ഒരു വിഷയമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് മൊത്തം സാഹിത്യത്തിൻ്റെ ഒരു സംഗതിയാണ്. നിങ്ങൾ സാഹിത്യവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊരുത്തമോ ഒരു ബന്ധമോ നിങ്ങൾക്കുണ്ട് എങ്കിൽ യു ആർ സപ്പോസ് ടു ബി വെരി ഹ്യൂമെയിൻ. നിങ്ങളുടെ അപ്രോച്ചസിൽ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ബുൾഡോസർ രാജിനെ ഉപയോഗിക്കുക, അത് കൊണ്ടുപോയിട്ട് ഇതുപോലെ വംശഹത്യക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിൽ ഇടപെടാൻ കഴിയണം, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങളത് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേലാൽ ഇനി UP സർക്കാരിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആ ധാർമ്മിക ഇച്ഛാശക്തി അവർക്കുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു സാഹിത്യ പുരസ്കാരം കൊടുക്കാനുള്ള ഒരു അർഹത കിട്ടുക എന്നുള്ള നിലയിലാണ് ഈ സാഹിത്യകാരന്മാർ ഇതിനെ കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് ആ പിന്നെ ആ പ്രസ്താവനയെ നമുക്ക് വിലയിരുത്തുന്നതിൽ ഈ പറയുന്ന കൺഫ്യൂഷൻ തോന്നുമെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ സാഹിത്യകാരന്മാർക്കൊക്കെ ഒരു 25 ലക്ഷം രൂപയുടെ സാഹിത്യ പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം, സന്തോഷകരമായ കാര്യമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അത് നല്ലൊരു തുകയാണല്ലോ, അത് സംശയമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണത് ശ്രദ്ധിക്കപ്പെട്ടതും. അത്രയും വലിയൊരു തുകയാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രൈസ് മണിയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒന്ന് അവരെ അകറ്റി നിർത്തിയാലേ വേണ്ട, അവരെ കൊണ്ട് ഒരുപക്ഷെ അവരിൽ നിന്ന് വരാൻ കഴിയുന്ന അമാനുഷികമായ ശബ്ദം നമ്മൾ നേടിയെടുക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധത്തിലൂടെ, ഈ ഒരു കത്തിലൂടെ ഈ ബുൾഡോസർ നിർമ്മാണ കമ്പനിയായ ബ്രിട്ടീഷ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ധാർമ്മികമായ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകും എന്നുകൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഈ വിഷയത്തോടു കൂടി ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.